ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഗൗണിൻ്റെ ഫുൾ വീഡിയോ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ആദ്യം തന്നെ ഇവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് കോട്ടൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ കോട്ടണിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നോർമലി നമ്മൾ സാധാ കട്ട് ചെയ്യുന്ന പോലെയല്ല. ഇതിൽ 32 ഇഞ്ചസ് മാത്രമാണ് വെടുത്ത് വരുന്നത്. ആ ഒരു വെടുത്തിൽ നമുക്ക് എക്സ്ട്രാ കൊടുക്കാതെ നമുക്ക് അംബ്രല ചെയ്തെടുക്കാൻ കഴിയാത്തതിനെ കൊണ്ട് കട്ട് ചെയ്യുന്ന മുന്നേ തന്നെ നമ്മൾ കോട്ടണിൽ ഒരു ജോയിനിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അംബ്രല കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ ടോട്ടലി വെടുത്ത് വരുന്നത് 32 ഇഞ്ചസ് മാത്രമാണ് കോട്ടണിൽ വരുന്നത്. അതിൽ കൂടെ പകുതിയായിട്ടുള്ള ആ ഒരു 16 ഇഞ്ചസ് ഈ ഒരു കോട്ടണിൽ നമുക്ക് നോർമലി വേണ്ടിയിട്ടുള്ള ആ ഒരു ടോട്ടലി നമുക്ക് ആവശ്യമായിട്ടുള്ള മീറ്റർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിലേക്ക് 16 ഇഞ്ചസ് താഴ്വശം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടുന്നൊരു വെടുത്ത് എന്ന് പറയുന്നത് 32 + 16 ചെയ്യുന്ന സമയത്ത് 48 ഇഞ്ചസ് നമുക്ക് കിട്ടും. ആ ഒരു 48ൽ നിന്നാണ് നമ്മൾ അംബ്രല കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടിയ ആൾക്കാർക്കും ഇതുപോലെ നമുക്ക് കോട്ടൺ ആണെങ്കിലും അതുപോലെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ഏത് മെറ്റീരിയലും നമുക്ക് കട്ട് ചെയ്ത് അംബ്രലയിലും അതുപോലെ തന്നെ നമുക്ക് സർക്കിളിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെങ്ത്തേ കിട്ടത്തുള്ളൂ. ഇതിൽ ടോട്ടലി നമുക്ക് ആ ഒരു കോണിൽ നിന്നും ഇങ്ങോട്ട് ലെങ്ത്ത് വരുന്നത് 31 മാത്രമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ എടുക്കാൻ മിസ്സായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സാറ്റിനാണ്. നമ്മൾ സർക്കിൾ കട്ടിലാട്ടോ ഈ ഒരു സാറ്റിൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഏറ്റവും അണ്ടറിൽ നമ്മൾ ചെയ്യുന്നത് കോട്ടൺ അംബ്രല കട്ടിലും തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റിഫ് നെറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സാറ്റിനിൽ സർക്കിൾ കട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെഷറും കാര്യങ്ങളാട്ടോ ഞാൻ ഈ കൊടുക്കുന്നത്. നമുക്ക് വേസ്റ്റ് റൗണ്ടിൽ നിന്നും വേസ്റ്റ് റൗണ്ട് 30 ആണെങ്കിൽ 30 / നമ്മൾ 6.28 നമ്മൾ ചെയ്തിട്ട് വേണം അതിൻ്റെ വേസ്റ്റ് നമുക്ക് കിട്ടും. പ്ലസ് നമ്മളൊരു 2 ഇഞ്ചസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു കട്ടിങ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ടിനെ 6.28 നിന്ന് ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന അളവാട്ടോ ഈ നമ്മൾ ഈ കാണുന്ന മോൾ പോർഷനിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട ലെങ്ത്തും അതുപോലെ തന്നെ സീം അലവൻസ് ഇട്ട ശേഷം നമ്മളിവിടെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5.5 മീറ്റർ മാത്രം മെറ്റീരിയലാണ്. നമുക്ക് ബോഡി പോർട്ടിലേക്ക് സ്ലീവിക്ക് നമുക്ക് മെറ്റീരിയലിൻ്റെ ആവശ്യമില്ലാത്തതിനെ കൊണ്ട് തന്നെ ഞാൻ 5.5 മീറ്റർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മാക്സിമം നമുക്ക് മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം വല്ലാതെ ഹെവി വേണ്ട, എന്നാൽ നമുക്ക് അത്യാവശ്യം ഹെവി വേണേനും ബഡ്ജറ്റും അതുപോലെ അനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ മാക്സിമം ഇതുപോലെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വശത്തും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം 4 പീസാണ് ആവശ്യമുണ്ടായിരുന്നത്. ആ ഒരു 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കൊടുത്താൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കി ആവശ്യമുള്ള ബോഡി പാർട്ടിലെ മെറ്റീരിയൽ നമ്മളവിടെ മാറ്റി വെക്കണം. അപ്പോൾ അതൊഴിച്ച് ബാക്കിയെല്ലാം ഞാനിവിടെ 4 പീസിലേക്കും വേണ്ടത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ നെറ്റാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ മടക്കി വെക്കണം. 2 ഷെയ്ഡിലുള്ള നെറ്റാട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ താഴ്വശത്തേക്ക് വരുന്നതാണ് സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ തേർഡ് ലെയറും. ഇപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏകദേശം 15 മീറ്ററോളം നെറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 15 മീറ്ററായിട്ട് നമ്മൾ ലെയർ വെച്ച് പ്ലീറ്റ്സ് ഇട്ടിട്ട് ലെയറായി വെച്ച് കൊടുക്കുന്നത്. സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ തേർഡ് ലെയറും വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലെയറിലേക്കുള്ള ഈ ഒരു മെറ്റീരിയലും അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് പിന്നെയാണ്, അത് നമ്മൾ പിന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ബോട്ടം പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നത്. അത് നമ്മുടെ വേസ്റ്റ് നമുക്ക് ആവശ്യം വേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് 28.5 ഇഞ്ചസാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. പ്ലസ് നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ടാട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. നമുക്ക് സീം അലവൻസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ മെറ്റീരിയൽ മൊത്തം 10 മീറ്ററേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സാധനം വെച്ചിട്ടാണ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അതിനെ നന്നായി ഒരു 10 മീറ്റേഴ്സ് ടോട്ടലി നമുക്കൊരു 28.5 ഇഞ്ചസിൽ ഒതുങ്ങുന്ന പോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ തേർഡ് ലെയറിലേക്കുള്ള പ്ലീറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല ഫ്ലെയർ ആയി തോന്നാൻ വേണ്ടിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരുപാട് നെറ്റും അതുപോലെ തന്നെ ഒരുപാട് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഗൗണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒത്തിരി മെറ്റീരിയലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ സെക്കൻഡ് ലെയറിലേക്കും തേർഡ് ലെയറിലേക്കും മൊത്തം 8 മീറ്ററും 8 മീറ്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. 8 മീറ്ററും അതുപോലെ തന്നെ 7 മീറ്ററും. മൂന്നാമത്തെ ലെയറിലേക്ക് നമുക്ക് 7 മീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ രണ്ടും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സാറ്റിനിലേക്ക് നമ്മൾ താഴ്വശത്തേക്ക് 4 പീസസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സർക്കിൾ കട്ടിലേക്ക് നമ്മൾ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു പീസസ് നമ്മളിവിടെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളത് താഴേക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് വേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളും കറക്റ്റാക്കി നമുക്ക് പിന്നെ ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈനിങ് തമ്മിലുള്ള ജോയിനിങ് ആണ്. അപ്പോൾ നമ്മൾ സർക്കിൾ കട്ടിൽ നമുക്ക് 2 പീസസ് വരും, 2 അംബ്രല്ല പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു 2 പോർഷൻ കൂടി നമ്മളിവിടെ ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. 2 സൈഡിലും നമ്മൾ ജോയിൻ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി വരുന്നത് നമ്മുടെ കോട്ടണും സാറ്റിനും അതുപോലെ നെറ്റൊക്കെ നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം താഴ്വശത്ത്. അപ്പോഴേ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഹെമ്മിങ് ഫൂട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഫൂട്ട് മാറ്റിയിട്ട് ഈ ഒരു ഹെമ്മിങ് ഫൂട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മളത് അടിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ആ ഫസ്റ്റ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത് അതിനുള്ളിലോട്ട് നന്നായി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നല്ല പെർഫെക്റ്റായി നമുക്ക് ആ ഒരു ഭാഗം ഹെം ചെയ്ത് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ സാറ്റിനും നെറ്റും ഒക്കെ നമ്മൾ ഹെം ചെയ്തെടുക്കുന്നുണ്ട്. സാറ്റിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കട്ടിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു റൗണ്ട് നമുക്ക് ഫിനിഷായി തന്നെ കിട്ടില്ല. പിന്നെ നമ്മളിവിടെ നെറ്റാട്ടോ അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു 3 ലെയറിലേക്കുള്ള നെറ്റും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നന്നായി ഹെമ്മിങ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു പ്രത്യേക ഫിനിഷിങ് ലുക്കാട്ടോ കാണാനായിട്ട്. നമുക്ക് നോർമലി നെറ്റ് നമ്മൾ കട്ട് ചെയ്യാതെ ഹെമ്മിങ് ചെയ്യാതെ വെക്കുന്ന സമയത്തും നമുക്ക് ഒത്തിരി ഭംഗിയൊക്കെ ആയി തോന്നാറുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇടുന്ന സമയത്ത് കാണാൻ ഭയങ്കര രസമായിരിക്കും. അങ്ങനെ നമ്മളിവിടെ നെറ്റൊക്കെ നന്നായിട്ട് ഹെം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കാനുള്ള മെഷർമെൻ്റ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ 20 ഇഞ്ചസ് ലെങ്ത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിലാട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിഫ് നെറ്റ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിഫ് നെറ്റും 20 ഇഞ്ചസ് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളും ഇതുപോലെ തന്നെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് മൊത്തത്തിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ശേഷം അതിൽ നമ്മുടെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായി നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇങ്ങനെ നമ്മൾ സ്റ്റിഫ് നെറ്റും വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മൾ നോർമലി സ്റ്റിഫ് നെറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെയല്ല. കാരണം ഫ്രിൽസ് ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി നല്ലൊരു ഫ്ലെയർഡിറ്റി നമുക്ക് ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് വേർഷനിൽ നമ്മൾ വെക്കുന്ന സമയത്ത് കിട്ടും. എങ്ങനെയെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ സ്റ്റിഫ് നെറ്റ് വെക്കുന്ന ടൈമിൽ ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം നമ്മൾ ഒരു പ്ലേറ്റ്സ് ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അതിനുശേഷം അതിന് ഓപ്പോസിറ്റിലായിട്ട് തന്നെ നമ്മൾ മറ്റൊരു പ്ലേറ്റ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ 1 ഇഞ്ചസിൽ അതേപോലെ ഗ്യാപ്പ് ഇടാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗൗണാണെങ്കിലും നമ്മൾ ലെഹങ്ക ആണെങ്കിലും എന്ത് ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ടാൽ നല്ല ഫ്ലെയർഡായിട്ട് നമുക്ക് ആ ഒരു ബോട്ടം പോർഷൻ നമുക്ക് നിൽക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലേറ്റ്സ് ഇടുന്ന സമയത്ത് ഒത്തിരി നമുക്ക് ഭംഗി കിട്ടാനായിട്ട് നല്ലതുണ്ട്. നമ്മൾ നോർമലി പ്ലേറ്റ്സ് ഇട്ട് കഴിയുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ വരത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മുഴുവൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാലൻസ് പോർഷൻ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു സാറ്റിൻ നമ്മളിവിടെ ഹെമ്മിങ് ഒക്കെ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സാറ്റിനും നെറ്റും നമ്മൾ ഒപ്പം ജോയിൻ ചെയ്ത് അടിച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ സാറ്റിൻ്റെ മുകളിലായിട്ട് നമ്മുടെ 3rd ലെയർ വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കും. അതിനുശേഷം 2nd ലെയർ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഈ ഒരു നെറ്റും അതുപോലെ തന്നെ സാറ്റിനും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ നമ്മൾ സാറ്റിനും ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ സാറ്റിനും തേർഡ് ലെയറും പിന്നെ സെക്കൻഡ് ലെയറും പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറും വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരുപാട് സീം അലവൻസ് ഉണ്ടാവും. അതായത് 1/2 ഇഞ്ചസ് തന്നെ നമുക്ക് ഒരുപാട് കട്ടി ഫീൽ ചെയ്യും. ആ ഒരു കട്ടി പോകാനായി നമ്മളത് മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് അടുത്ത് നമ്മുടെ ആ ഒരു കോട്ടൺ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ ആ ഒരു പീസസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു അടിയിൽ തട്ടാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഗൗണിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത ആ ഒരു ഭാഗം എവിടെയെങ്കിലും ഒരു ഹോള് വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മളത് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു കോട്ടൺ ലൈനിങ്ങും ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു നെറ്റ് നല്ല വശത്ത് വെച്ചിട്ടാട്ടോ നമ്മൾ കോട്ടൺ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ എല്ലാ സീം അലവൻസും നമുക്ക് ഒരുപാട് നിൽക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരുപാട് കട്ടി ഫീൽ ചെയ്യില്ല, ഒത്തിരി സുഖം ഉണ്ടാവും കേട്ടോ, കുഴപ്പമുണ്ടാവില്ല നമുക്ക് ഇടാനായിട്ട്. എങ്കിലും നമ്മൾ നോർമലി ഇടുന്ന ആ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്യാവശ്യം മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നമുക്ക് വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിനെ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറൊരു മെത്തേഡ് കൂടി ചെയ്യാവുന്നതാണ്. ഞാൻ നോർമലി കിഡ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഒത്തിരി ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഒത്തിരി ഇല്ലായിരുന്നു പറയാം. ഒരു 2 ഡേയ്സൊക്കെയാണ് എനിക്കിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയത്. അതിനിടയിൽ ഇതാണ്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ സൂചി പൊട്ടിപ്പോകലും എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെയൊക്കെ മാറ്റി നമ്മൾ വേഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കിട്ടിയത് നമുക്ക് ഒരു 3-ാം തീയതി ഉച്ചയ്ക്കായിരുന്നു. 4-ാം തീയതി 5-ാം തീയതി ഈ 2 ഡേറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 6-ാം തീയതി അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-ാം തീയതി ഈവനിങ്ങാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിത് കൊടുക്കുമ്പോഴത്തേനും 6-ാം തീയതി ഏകദേശം 2 മണിയൊക്കെ ആയിട്ടാട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതങ്ങനെ മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പൊന്നും കാണുകയുമില്ല, ഒരു ഫിനിഷിങ് ഉണ്ടാവും, നമ്മുടെ മുകളിലായിട്ട് കുത്തത്തുമില്ല. അങ്ങനെ നമ്മൾ എന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോട്ടണിൻ്റെ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അതിൽ ആദ്യം തന്നെ ഇങ്ങനെ 2ആക്കി മടക്കി വീണ്ടും ഇങ്ങോട്ട് മടക്കി നമ്മൾ 4ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ ഇതിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. അത് നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നെക്ക്, ആം ഹോള്, ബസ് പോയിൻറ്റ് ഇതൊക്കെയാട്ടോ ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ നെക്കിൻ്റെ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതും, അതുപോലെ നമ്മുടെ ബസ് പോയിൻറ്റ് 10 ആണ് നമുക്ക് വരുന്നത്, 10 ഇഞ്ചസും. പിന്നെ നമ്മുടെ നെക്കിൻ്റെ വിടുത്തും നമ്മൾ ആം ഹോള് 7 ഇഞ്ചസും അതൊക്കെ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് കർവ് ഷേപ്പിൽ നമ്മൾ വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ബസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ വേണ്ടി നമ്മുടെ നോർമലി മെഷറിൽ നിന്നും 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ വെച്ചിട്ടാട്ടോ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1 ഇഞ്ച് ലൂസ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ അടുത്തത് വരഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഡാട്ട് ഇടാനുള്ള ആ ഒരു 3 ഇഞ്ചസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 0.5 നമ്മൾ ഇട്ടിട്ട് ഡാട്ട്സൊക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലി വേണ്ട ലെങ്ത്തും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ നമ്മൾ മെഷർമെൻറ്റ്സ് ഇവിടെ കറക്റ്റായി ചെയ്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്ക് വരുന്നത് ഫ്രണ്ടും ബാക്കും നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസിൽ നമുക്ക് വർക്ക് നെറ്റ് ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ പ്ലെയിൻ നെറ്റ് മുകളിലേക്കും ആയതിനെ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി കാണിക്കുന്നുണ്ട്. നമ്മളിവിടെ ആം ഹോളും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറൊക്കെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ കർവ് ഷേപ്പിൽ നമ്മൾ വരഞ്ഞെടുക്കുകയാണ് നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. എന്നതിന് ശേഷം നമ്മുടെ 1 ഇഞ്ച് ലൂസൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഡാട്ട്സ് നമുക്ക് ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ ഡാട്ട്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളവിടെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, നമുക്കിതിൽ കാണാൻ കഴിയും. ഈ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നെറ്റൊക്കെ ആവുന്ന സമയത്ത് ഇളകി പോരാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ ഇതുപോലൊരു പീസ് നമ്മൾ നിർത്തി വയ്ക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കാരണം നമ്മുടെ നെറ്റ്
അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല നമ്മുടെ ഈ ഒരു കോട്ടൺ ഒപ്പം തന്നെ ഉള്ളതിനെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഡാട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് വരഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡാട്ട്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡിലും ഡാട്ട്സ് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ നിർത്തുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഡാട്ട്സിന് ചീത്തവശം വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു കപ്പ് വെച്ച് കൊടുക്കുകയാണ്. ഡാട്ട്സിന് ചീത്തവശത്താണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു നമ്മൾ കപ്പ് വെക്കുന്നതിന് 4 മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ, ഈ ഒരു കപ്പിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ നമ്മളെടുത്ത ശേഷം അവിടെ നമ്മുടെ 10 ഇഞ്ചസ് വരുന്ന ബസ് പോയിൻറ്റിൽ നമ്മൾ നീഡിൽ നല്ല രീതിക്ക് ഒന്ന് അവിടെ ടക്കിട്ട് പിടിപ്പിക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു അടി താഴോട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കപ്പ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലേക്കും ഈ ഒരു കപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ മറ്റൊരു കപ്പും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ സെൻറ്റർ പോയിൻ്റ് നോക്കി അതിലേക്ക് മാർക്ക് ചെയ്ത ശേഷം വേണം നീഡിൽ കറക്റ്റ് അതിലേക്ക് വെക്കാനായിട്ട്. എന്നതിന് ശേഷം വേണം നമ്മൾ ആ ഡാട്ടിലേക്ക് കറക്റ്റ് നമ്മൾ ആ ഡാട്ടിൻ്റെ ആ ഒരു സൈഡിലേക്ക് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. വീഡിയോയിൽ ഈ ലൈറ്റ് ഓൺ ആയത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ആയി കാണും. പിന്നെ നല്ല ഇടിമഴയൊക്കെ വരുന്നൊരു ചാൻസ് ഉണ്ടായിന്. അതിനെക്കൊണ്ട് എനിക്ക് പുറത്തുനിന്ന് കാണാത്തതിനെ കൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. എന്തായാലും ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിന് മുകളിൽ സാറ്റിൻ വെച്ച് കൊടുക്കുകയാണ്. അതിനിടയിലായിട്ട് നമുക്ക് വരാനുള്ള ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന നെറ്റിൻ്റെ പീസും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചടിക്കാനുള്ളതിനെ കൊണ്ട് തന്നെ ഈ ഒരു വശത്തായിട്ട്, അതായത് കെട്ടവശത്ത് നമ്മുടെ നല്ല വശവും അതുപോലെ നല്ല വശവും, അത് കെട്ടവശത്ത് നമ്മൾ സ്റ്റിച്ച് കൊടുക്കും. നല്ല വശവുമാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കൊടുക്കുന്ന നെറ്റിൻ്റെ പീസ്. നമ്മൾ ഈ ഒരു കട്ടിംഗ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന നെറ്റിൻ്റെ പീസ് നമ്മൾ ഇതേപോലെ അങ്ങോട്ടേക്ക് നമ്മൾ നെറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഇങ്ങനെ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നതായിരിക്കും. ഇത് ഒത്തിരി സ്പീഡിലും ഒത്തിരി ടൈമില്ലാത്തതിനെ കൊണ്ട് ചെയ്തതിനെ കൊണ്ടായതുകൊണ്ടാണ് ഇത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് വീഡിയോസൊന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ നെറ്റ് വെച്ച് അടിച്ച ശേഷം ഒരു പതിച്ചടി കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിന്നെ വർക്ക് നെറ്റ് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് നെക്കും അതുപോലെ തന്നെ താഴത്തെ വശത്തേക്ക് നമുക്ക് ലൈനിങ്ങും സാറ്റിനും വർക്ക് നെറ്റും ഒക്കെ ആയി നമുക്ക് വരും. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വർക്ക് നെറ്റ് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല. ഈ ഒരു സ്കാലപ്പ് പോർഷൻ നമുക്ക് അതുപോലെ തന്നെ വേണമെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി പോകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ മുഴുവൻ സ്കാലപ്പ് പോർഷനും ഇതുപോലെ തുന്നി നന്നായി പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു നമ്മുടെ ഷെയ്പ്പിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് അതുപോലെ താഴെവശം ജോയിനിങ് ഏരിയയിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് മുത്ത് കളയുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഈ ഒരു കട്ടർ വെച്ചിട്ടാട്ടോ ഞാൻ ഇതൊക്കെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഡാട്ട് ഇടാനുള്ള പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ ബീഡ്സൊക്കെ പറിച്ചെടുത്ത ശേഷം ഡാട്ട്സൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാറ്റിനും അതുപോലെ ഈ ഒരു വർക്ക് നെറ്റും വെച്ചിട്ടാട്ടോ രണ്ടും കൂടി നമ്മൾ ചേർത്തിട്ടാണ് ഡാട്ട്സ് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് പോർഷനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിന് നമ്മുടെ കോട്ടൺ ലൈനിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സാറ്റിൻ ലൈനിങ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സാറ്റിൻ ലൈനിങ്ങിൻ്റെ നല്ല വശമാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. പോർഷൻ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത ശേഷം ഇതങ്ങനെ മറിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ പ്ലെയിൻ നെറ്റ് നമ്മൾ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പതിച്ചടിച്ച ശേഷം പ്ലെയിൻ നെറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ജോയിൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം
സിബ് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇൻവിസിബിൾ സിബ്ബാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു എക്സ്ട്രാ പീസ് സാറ്റിൻ നമ്മൾ എടുത്തിട്ടുള്ളത് മുകളിൽ കാണുന്ന നെറ്റിൽ, പ്ലെയിൻ നെറ്റിൽ അതൊരു ഭംഗിയില്ലാത്ത പോലെ ആ ഒരു നമ്മുടെ സിബിൻ്റെ സൈഡ് വരുന്ന സമയത്ത് ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റിൻ്റെ ഒരു പട്ട പോലെ നമ്മൾ ഒരു 1 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ മറിച്ചിട്ട് സിബ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കാണുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്തൊരു ലുക്ക് നമുക്ക് കിട്ടും. എന്നാലും നമ്മൾ ലൈനിങ് വെച്ച് മറിച്ചടിക്കുന്ന ആ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് വന്നില്ലെങ്കിലും നമ്മുടെ ആ നെറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫെക്ഷനും നമുക്കത് കിട്ടും. നമ്മൾ 1 സൈഡ് ഫൂട്ട് വെച്ചിട്ട് ഇതുപോലെ 2 സൈഡിലും സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ലീവാണ്. നമ്മുടെ ഗൗണിൽ കാണുന്ന ആ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏകദേശം നമുക്ക് 3/4 മീറ്ററോളം നെറ്റിൻ്റെ നമുക്ക് ലെങ്ത്ത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ നല്ല ഭംഗിക്ക് ഒരുപാട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്ന ടൈമിലാണ് അങ്ങനെ നമുക്ക് വരുന്നത്. ഒത്തിരി ഫ്രിൽസ് ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗിയിൽ നമ്മുടെ ആ ഗൗൺ സെറ്റാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുത്ത് നമ്മുടെ സ്ലീവൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു സ്ലീവിനെ നമ്മുടെ ഗൗണിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവും അതുപോലെ തന്നെ ബോഡി പാർട്ടും കൂടി ജോയിൻ്റ് ചെയ്ത ശേഷം നമ്മുടെ ബോഡി പാർട്ടും അതുപോലെ ബോട്ടം പോർഷനും കൂടി ജോയിൻ്റ് ചെയ്യണം ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ ആ ഒരു 2 ദിവസത്തെ ടൈമിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിട്ടിട്ടുള്ള ഫോട്ടോ ട്രയലിന് വന്നപ്പോൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ദിവസം നമുക്ക് പോയി എന്നല്ലാതെ എനിക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാണ് അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ആൻഡ് കട്ടിങ് വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്.